നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ കാത്തിരിക്കുന്ന 60 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളാണ് ഇന്ന് സംസ്ഥാനത്ത്. അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം ഈ മാസം ഉണ്ടാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ച് ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് ആരംഭിക്കാൻ പോകുന്നുവെന്ന വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക. പിന്നീട് 2-3 ദിവസത്തിനകത്ത് മാത്രമായിരിക്കും വീടുകളിലെത്തിയുള്ള സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ വിതരണം ആരംഭിക്കുക. സംസ്ഥാനത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതടക്കമുള്ള ചിലവുകൾക്കായി ഇന്നലെ റിസർവ് ബാങ്ക് വഴി 3000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുക ഉപയോഗിച്ചായിരിക്കും ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം നടത്തുവാൻ പോകുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം അക്കൗണ്ടുകൾ വഴി നടക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണെങ്കിൽ ഇന്നും നാളെയുമായി അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് 2024 പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയെങ്കിൽ മാത്രമേ തൊട്ടടുത്ത മാസം മുതലുള്ള പെൻഷൻ തുക നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോഴും 85% ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ബാക്കി 15% ആളുകൾ പൂർത്തിയാക്കാനുള്ളതുകൊണ്ട് അക്ഷയ സെൻ്ററുകൾ വഴിയുള്ള മസ്റ്ററിങ്ങിൻ്റെ സമയം വീണ്ടും നീട്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കി അവരുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും ഒക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്